തിരകളാൽ അഴകിയ നഗരത്തെരുവിധു പ്രണയം കരകവിയുമോറും നിറഹൃദയ നദിക്കരയിലൂടുടൽ പലവൂരു കുതറും തെരുവിധു പ്രണയം അഴിയുന്നൊരിരുളേ അലയുന്നൊരഴകേ പൊൻപടമൊരിയും മുകിലു പോലുണരുക പകലാ. സാഗരമോതും അനുരാഗം അതിലലിയുന്നൊരു വെൺതീരം തരുസാഗരമേ നിൻ ലവണജലം അഴിമുഖമാണു ഞാനാ ജന്മം വരു നീ തൊടു നീ വെറുമൊരു മണലിൽ പരിയാമികളെ കടലിൻ്റെ പുലരുന്ന നേരം ഒരു പെരുമീനായി തെളിയാം ഞാൻ. പകലിരവുകളാം ഇരുക്കുതിരകളാൽ അഴകിയ നഗരത്തെരുവിധു പ്രണയം തെരുവിധു പ്രണയം അഴിയുന്നൊരിരുളേ അലയുന്നൊരഴകേ പൊൻപടമൊരിയും മുകിലു അനക്കാ ഞാൻ കെട്ടിപ്പിടിക്കട്ടെ. ആ ബോണൊക്കെ ഉണ്ട്, ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അടിപൊളിയായിരുന്നു. മാസ്റ്റേഴ്സ് ഒക്കെ ഞെട്ടി ഒന്ന് നോക്കിയാലോ? ആരോട് ചോദിക്കണോ ആദ്യം? പക്രു അങ്കിൾ. അയ്യോ ഒന്നും പറയാനില്ല, നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. ഭയങ്കര രസമായിരുന്നു കേട്ടോ, നല്ല രസമായിട്ട് മോള് ചെയ്തു. ആ പാട്ടും ഈ പാട്ട് ആരാ സെലക്ട് ചെയ്ത് തന്നെ? ഇത് രാഹുൽ ചേട്ടൻ 2 പാട്ട് തന്നായിരുന്നു, അതിനകത്ത് ഏതെങ്കിലും സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അതിൽ മോൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഇതായിരുന്നോ? നന്നായിരുന്നു, നല്ല മൂമെന്റ്സ് ഒക്കെ ആയിരുന്നു കേട്ടോ. താങ്ക് യു. ഇനിയും ഇതിലും ഗംഭീര സംഭവമായിട്ട് ഞങ്ങൾ കാത്തിരിക്കുക. അടിപൊളി. മോളുടെ സ്കൂളിന്റെ പേരെന്താ? മൗണ്ടാബർ ഹയർ സെക്കൻഡറി സ്കൂൾ പത്തനാപുരം. പത്തനാപുരത്താ? ആ പത്തനാപുരം അറിയാമല്ലോ, എൻ്റെ വൈഫിന്റെ നാടാണ്. ആണോ? അതെ. എവിടാ? കല്ലാമുട്ടം. കേട്ടിട്ടില്ല. അല്ലേ? ആ ഇടയ്ക്കൊക്കെ ഞാൻ വന്നിട്ടുണ്ട്, അവിടെ വരാറുണ്ട്. അപ്പൊ പത്തനാപുരംകാരോടൊക്കെ ഒരു അന്വേഷണം പറയണം ചേട്ടന്റെ കേട്ടോ. ഗണേശേട്ടന്റെ അത് തന്നെ, ഗണേശേട്ടന്റെ. അവിടെ ചെന്നിട്ട് പറയണം കുട്ടികളുടെ സൂപ്പർ സ്റ്റാർ ആയ പക്രു ചേട്ടൻ എല്ലാരോടും ഹായ് പറഞ്ഞു എന്നൊക്കെ പറയണം കേട്ടോ. ശരി, അപ്പൊ നാദിക മോനെ, അത് മോൻ ചെയ്തതെല്ലാം നല്ലായിരുന്നു കേട്ടോ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി 7 ഇനി 7 ചേട്ടാ, ഈ ആക്രോബാറ്റിക് അല്ലാതെ വേറെ എന്തെങ്കിലും ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യും? ഡാൻസ് ഒക്കെ കളിക്കും. ഡാൻസ് കളിക്കുന്നത് ശരീരം എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിൾ അല്ല ഡാൻസ് കളിക്കാൻ? യോഗ ചെയ്യാറുണ്ടോ? ഇല്ല, ജിംനാസ്റ്റിക്സ് തന്നെയാണ് മെയിൻ ആയിട്ട്. പഠിക്കുന്നുണ്ടോ ജിംനാസ്റ്റിക്സ്? ഉണ്ട്. ചേട്ടാ, നമുക്ക് ചില പിള്ളേരെന്നല്ല, ഞാൻ പണ്ട് ഡോറില്ലേ നമ്മുടെ, അതിന് വേണ്ടി ഇങ്ങനെ 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 പിടിച്ച് കയറുന്നത്. അപ്പൊ അങ്ങനെ കാണുമ്പോൾ പറയും ഭയങ്കര ഫ്ലെക്സിബിളാ, ജിംനാസ്റ്റിക്സ് ഒക്കെ പഠിച്ചാൽ കൊള്ളാം എന്ന് പറയും. പക്ഷെ എനിക്കത് ഏറ്റില്ല, അന്ന് കയറുന്നത് മാത്രമേ ഉള്ളൂ, പിന്നെ പറ്റിയില്ല. ഡോറ് ചെറുതാ, അതുകൊണ്ട് പറ്റുന്നില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും പണ്ട് ചെറിയ മതിലൊക്കെ ചാടുമായിരുന്നു. മതിലിപ്പോഴും പറ്റും ചാടാൻ, അങ്ങനെയല്ല, അതിപ്പോഴും ചാടാൻ പറ്റും, അത് ഹൈറ്റുള്ളതുകൊണ്ട്. അങ്ങനെ എന്തെങ്കിലും
ഒരു ഫാക്ടറിയിൽ നിന്നായിരുന്നോ ഇത് കണ്ടുപിടിച്ചത്, അതോ ഇത്രയും ഫ്ലെക്സിബിൾ ആകാൻ പറ്റും എന്നുള്ളത് എങ്ങനെയാണ്? അല്ല, ഞാൻ ഇതൊന്നും ചെയ്യത്തില്ലായിരുന്നു. പുനലൂര് ഷൈജു സാർ ആയിരുന്നു പഠിപ്പിക്കുന്നത് ജിംനാസ്റ്റിക്സ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പോലും അറിയാതെ എന്നെ ഇങ്ങനെ പഠിപ്പിച്ചെടുത്ത്. ഓക്കെ, അങ്ങനെയാണ്. അതായത് ജിംനാസ്റ്റിക്സ് ട്രെയിൻ ചെയ്ത് പിന്നെ അവിടുന്ന് ഒരു ഡാൻസ് ഫോമിലേക്ക് ആയി വന്നതാണ്. ഓക്കെ, ഷാജേട്ടാ എന്തെങ്കിലും ട്രൈ ചെയ്യുന്നോ? എന്നോടൊരു കമന്റ് പറഞ്ഞു, എന്നതാ കേക്കട്ടെ. മോളുടെ പെർഫോമൻസ് കഴിഞ്ഞപ്പോ ഉറക്കമില്ലാത്ത രാത്രികളിൽ ഞാൻ ഇങ്ങനെയാ ചെയ്യുന്നത്. ബെഡ് കിടന്നു. ആണോ? ഇല്ലില്ല, ഞാന് മോളുടെ കാര്യം പറഞ്ഞപ്പോഴേ ഈ യോഗയും ഡാൻസും ഒക്കെ ചെയ്യുന്ന ഒരു പരിധിവരെ കുഞ്ഞുങ്ങൾ ആദ്യം ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയാണ്. ഓൾറെഡി അവള് നല്ല ഫ്ലെക്സിബിൾ ആണ്, അസലായിട്ട് ചെയ്തു കേട്ടോ, അസലായി ചെയ്തു. പക്ഷെ ഡാൻസ് അതിലൂടെ ശരിക്കും ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ഡാൻസും കൂടെ രണ്ടും കൂടെ ഒന്നാകുമ്പോൾ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാവും, കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റും. എന്തെങ്കിലും പെർഫോം ചെയ്താൽ കൊള്ളാന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ചെയ്യാൻ പറ്റും. മോളെ വട്ടം കറങ്ങിയില്ലേ, അത് മാത്രം കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. 6th and 7th അല്ലേ? എന്റെ മോളും 6th and 7th സൂപ്പർ. വീട്ടിലായിരിക്കാ ഉള്ളേ? വീട്ടിൽ അച്ഛൻ, അമ്മ, ഞാന്, ചേച്ചി, പിന്നെ മുത്തശ്ശൻ ആണ്. അപ്പൊ എല്ലാരോടും ഞങ്ങളുടെ അന്വേഷണം പറയോ? പറയും. ഫ്രണ്ട്സിനോടും പറയോ? പറയും. എല്ലാരും ഒന്ന് ഹായ് കാണിച്ചേ, ഫ്രണ്ട്സിനും വീട്ടുകാർക്കും ഒക്കെ. അവര് ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മൊത്തം 6 പേരുണ്ടല്ലേ? അതെ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇവിടുന്ന് കുറച്ച് സ്റ്റാർസ് കിട്ടും. ഓക്കെ, അത് എത്രയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ എങ്ങനെയാ, നമുക്ക് സ്റ്റാർ കൊടുത്താലോ? അത് 2 പേരും ഒരു സ്റ്റാർ വെച്ചിട്ട് എടുക്കട്ടെ. ഒരു 3 സ്റ്റാർ കൊടുക്കാം. 6 പേരില്ലേ? ശരി, 3 സ്റ്റാർ ആണ് ലഭിക്കുന്നത്. സൂപ്പർ. അപ്പൊ മോഡി പെർഫോമൻസിന് ലഭിച്ചിരിക്കുന്നത് 3 സ്റ്റാർസ് ആണ്. സന്തോഷായില്ലേ? സന്തോഷം. ചേട്ടാ, നമുക്ക് അതൊന്ന് കൊടുത്താലോ കൈയോടെ? യെസ് പ്ലീസ്. അനഘ, ഇനി നാട്ടിൽ ചെന്ന് എല്ലാവരോടും പറയാലോ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ 3 സ്റ്റാർ ആർട്ടിസ്റ്റ് ലേബലൊക്കെ കിട്ടിയെന്നുള്ളത്. ഓക്കെ, ഫ്രണ്ട്സിനൊക്കെ കൊണ്ടിത് കാണിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാറ്റുലേഷൻസ്. തീർന്നിട്ടില്ല, അതോടൊപ്പം തന്നെ മോക്ക് ലണ്ടൻ ക്ലാസിക് നൽകുന്ന മറ്റൊരു സമ്മാനം കൂടിയുണ്ട്.